ഹലോ ഗൈസ്. അപ്പോൾ രാവിലെ തന്നെ നമ്മളൊന്ന് കോഴിക്കോട് പോകണം കേട്ടോ. പാനലും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പോകുന്നതാണേ. അപ്പം തലേദിവസം തന്നെ നമ്മൾ വണ്ടിയെല്ലാം നല്ല കഴുകി കുട്ടപ്പനാക്കി കണ്ടീഷനാക്കി വെച്ചിട്ടുണ്ട്. കാരണം ലോഡെല്ലാം എടുത്ത് വരുമ്പോഴത്തേനും ഒരു വകയാവും. നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ വണ്ടി നല്ല അടിപൊളിയായിട്ട് തന്നെ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഈ നല്ല വൃത്തി. ഞാനത് രാത്രി ആയതുകൊണ്ട് എനിക്കങ്ങനെ മനസ്സിലായിട്ടുണ്ടായില്ല. അപ്പോൾ രാവിലെ ഒന്ന് ചുറ്റും നടന്നൊന്ന് നോക്കുവാണ് എല്ലാം ക്ലിയർ ആണോ എന്നുള്ളത്. സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെയുണ്ട്. ഏതായാലും നമുക്ക് അങ്ങനെ വിടാം. അങ്ങനെ ഏകദേശം കണ്ണൂരിലെത്തി കേട്ടോ. അപ്പോഴത്തേനും നല്ല ദാഹം വന്നു. എന്നാൽ പിന്നെ ഒരു കരിക്ക് കുടിച്ചേക്കാന്ന് വെച്ചിട്ട് നമ്മുടെ ആസ്റ്റർ മിംസിൻ്റെ അടുത്തൊരു കരിക്കടി നിർത്തി. അവിടെ ഒരു അച്ചാച്ചനുണ്ട്, നല്ല അച്ചാച്ചനാണ് കേട്ടോ. നല്ലോണം വർത്താനെല്ലാം പറയും. അപ്പം ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ട് പുള്ളിയോട്, നിങ്ങൾ ഇത്രയും വർഷമായിട്ട് എന്തേ പിന്നെ ഇതൊന്നും നിർത്താത്തതെന്ന്. പുള്ളി എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന ആടെ ഇരുന്ന് പോവും, പണിയെടുക്കണം, പണിയെടുത്താലേ നമ്മളെ ശരീരം നല്ല ഇതായിട്ട് നിൽക്കുള്ളൂ. പക്ഷെ കത്തിക്ക് മൂർച്ചയൊന്നുമില്ല, എനിക്ക് പ്രായമായില്ലേ, അപ്പം എൻ്റെ കൊത്തൊന്നും അങ്ങനെ ശരിയാവില്ല. മൂർച്ചയില്ലെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ. അപ്പോൾ അതെല്ലാം കുറിച്ച് അച്ചാച്ചനോട് വൈവേ പറഞ്ഞ് നമ്മൾ നേരെ വിട്ടു കേട്ടോ. അങ്ങനെ ഹൈവേ എല്ലാം പണിയെല്ലാം തീർന്നുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല, അടിച്ച് വിട്ടങ്ങ് പോവാം. ഇപ്പോൾ കണ്ണൂർ വരെ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അടിച്ച് വിട്ട് പോയിനെ. റോഡിൻ്റെ സൈഡിലെ കാഴ്ചകളിലാണത്. അങ്ങനെ പോയി കുറച്ചങ്ങോട്ട് എത്തുമ്പോൾ അത് വലിയൊരു ബ്ലോക്ക്. അപ്പോഴത്തേക്ക് അതാ ഒരു ചങ്ങായി അങ്ങോട്ടും ഇങ്ങോട്ടും പെട്രോൾ അടിക്കാൻ വേണ്ടി കയറ്റുന്നതാണ്. അങ്ങനെ നമ്മൾ സൈറ്റിലെത്തി കേട്ടോ. നമ്മളെ ഗോഡൗണിൽ പോയി പാനലെല്ലാം കയറ്റി, ഒരു സൈഡിൽ ഫുള്ള് പാനലെല്ലാം കയറ്റി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ 2 സൈഡ് പാനലെല്ലാം കയറ്റി കേട്ടോ. പാനലെല്ലാം കയറ്റി അവിടെ നിന്ന് പതുക്കങ്ങ് വിട്ടു. അപ്പോൾ അവിടെ ഫസ്റ്റ് ടോളിലതാ മരണക്യൂ എന്ന് പറഞ്ഞാൽ മരണക്യൂ. എത്രയാ വണ്ടി എന്നറിയാം, ഒരു രക്ഷയില്ല. ഈ ടോളുകാരിലെങ്കിലും തുടങ്ങിയാൽ എന്താ ചെയ്യുക? ഒരു എത്ര വണ്ടി ഉണ്ടെങ്കിലും അവർ വിടൂല, എല്ലാത്തിനും മേടിച്ചിട്ടേ വിടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ കുറേ നേരം അവിടെ നിന്ന് ഹോൺ അടിച്ച്, നമ്മളെ പുറകിലും കുറേ ആളുണ്ടായിന്, ദൂരെ ഹോൺ അടിയാനെ. അതെല്ലാം കഴിഞ്ഞ് പതുക്കെ വിട്ടു കേട്ടോ. വരുന്ന വഴിക്ക് വീണ്ടും ഒരു ആളെ കടയിൽ കയറി നമ്മൾ ചായ കുടിച്ചു. അപ്പോൾ